നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ അതികായനായിരുന്ന സംവിധായകൻ രഞ്ജിത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇനി 14 ദിവസത്തേക്ക് റിമാൻഡിലാണ്. ഏതായാലും അധികം ഈ ഒരു വാർത്ത ചോർന്നു പോകാതെ പോലീസ് സംവിധാനത്തിനുള്ളിൽ തന്നെ ഏറ്റവും ഉന്നതർ മാത്രം അറിഞ്ഞിട്ടുള്ള ഒരു നീക്കമായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ മാത്രമാണ് ഈ വാർത്ത പുറം ലോകം അറിഞ്ഞത്. ഏതായാലും സംവിധായകൻ രഞ്ജിത്തിനെ അഴിക്കുള്ളിലാക്കിയ ആ അർദ്ധരാത്രി ഓപ്പറേഷന്റെ അണിയറ കഥകൾ പുറത്തു വരുമ്പോൾ സിനിമാ ലോകവും അക്ഷരാർത്ഥത്തിൽ ഞെട്ടലാണ്. ഏതൊരു ഉന്നതനാണെങ്കിലും ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എവിടെ പോയി ഒളിച്ചാലും, ഏത് പാതിരാത്രി ഏത് ഒളിത്താവളത്തിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും ഇതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇതുപോലെ തന്നെയായിരിക്കും നിയമ നടപടികൾ എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് രഞ്ജിത്തിനെതിരെയുള്ള ഈ ഒരു നീക്കം എന്ന് പറയുന്നത്. പരാതി ലഭിച്ച നിമിഷം മുതൽ പോലീസ് വിരിച്ച അദൃശ്യ വലയത്തിൽ രഞ്ജിത്ത് കുരുങ്ങുകയായിരുന്നു. പലപ്പോഴും സിനിമ കഥകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ പല സിനിമകളും സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സംവിധായകൻ്റെ തിരക്കഥകളെ പോലും വെല്ലുന്ന ആ പോലീസ് ഓപ്പറേഷൻ്റെ ഓരോ ഘട്ടവും കൃത്യമായ ആസൂത്രണത്തിൻ്റേത് തന്നെയായിരുന്നു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേശ്വർ ആയിരുന്നു ഇതിന് പിന്നിലെ പ്രധാന ഉദ്യോഗസ്ഥൻ. ഈ ഒരു സിനിമയിൽ പ്രധാന ഒരു CPM-ലെ പ്രമുഖ നേതാവിൻ്റെ മകനും സഹകരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു നീക്കം, കൊച്ചി പോലീസിൻ്റെ നീക്കങ്ങൾ ആ നേതാവിൻ്റെ മകനും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. സിനിമയിലെ പവർ ഗ്രൂപ്പുകളെ വിറപ്പിച്ച സംവിധായകൻ രഞ്ജിത്തിനെ അഴിക്കുള്ളിലാക്കുമ്പോൾ കേരളം ഉറ്റുനോക്കുന്നതും ഒരാളെയാണ്, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ IPS-നെ. അദ്ദേഹത്തിൻ്റെ പല കഥകളും ഇപ്പോൾ പുറത്തു വരികയാണ്. സമ്മർദ്ദങ്ങൾക്കും സ്വാധീനങ്ങൾക്കും വഴങ്ങാത്ത ഈ ഉദ്യോഗസ്ഥൻ്റെ നിശ്ചയദാർഢ്യമാണ് ഒടുവിൽ കോഴിക്കോട്ടെ സിനിമാക്കാരനെ കൊച്ചിയിൽ നിയമത്തിന് മുന്നിൽ എത്തിച്ചത്. മലയാള സിനിമയിലെ അതികായനായിരുന്ന സംവിധായകൻ രഞ്ജിത്തിനെ അഴിക്കുള്ളിലാക്കിയ അർദ്ധരാത്രി ഓപ്പറേഷന്റെ അണിയറ കഥകൾ പുറത്തു വരുമ്പോൾ സിനിമാ ലോകം അക്ഷരാർത്ഥത്തിൽ ഞെട്ടലാണ്. രഞ്ജിത്തിനൊപ്പം നിഴലായി നടന്ന മുതിർന്ന സഖാവിന്റെ മകൻ പോലും തന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് പോലീസുകാരാണെന്ന് അറിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം അത്രമേൽ അതീവ രഹസ്യമായാണ് ഷാഡോ സംഘം സംവിധായകന്റെ ഓരോ ചലനങ്ങളും നിരീക്ഷിച്ചത്. ഇരയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തിയതോടെ പോലീസിന്റെ നീക്കങ്ങൾക്കും വേഗത കൂടി. അറസ്റ്റ് അനിവാര്യമാണെന്ന് ബോധ്യപ്പെട്ടതോടെ കൊച്ചി കമ്മീഷണറുടെ ഓഫീസിൽ ഒരു വാർ റൂം തന്നെ സജ്ജമാക്കി. അങ്ങനെ രഞ്ജിത്തിനെ പൊക്കി. യുവനടി പരാതി നൽകിയ നിമിഷം മുതൽ രഞ്ജിത്തിനെ പോലീസ് നിഴലിനെ പോലെ പിന്തുടരുന്നുണ്ടായിരുന്നു. കൊച്ചിയിലെ സിനിമാ ലൊക്കേഷനുകളിൽ സാധാരണക്കാരനെന്ന വ്യാജേന ഷാഡോ പോലീസും തമ്പടിച്ചു. രഞ്ജിത്തിന്റെ ഓരോ ചലനങ്ങളും ഫോൺ സംഭാഷണങ്ങളും കൃത്യമായി നിരീക്ഷിക്കപ്പെട്ടു. അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന സൂചനകൾ ലഭിച്ചതോടെ അദ്ദേഹം ലൊക്കേഷൻ വിടാൻ ശ്രമിച്ചെങ്കിലും ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് വലമുറുക്കി. അതിക്രമം നടന്നുവെന്ന് പറയപ്പെടുന്ന കാരവാനിലെ CCTV ദൃശ്യങ്ങളും ഡിജിറ്റൽ തെളിവുകളും പോലീസ് അതീവ രഹസ്യമായാണ് ശേഖരിച്ചത്. കാരവാനിലെ ക്യാമറ ദൃശ്യങ്ങൾ കൈക്കലാക്കിയതോടെ പോലീസിനെ കോടതിയിൽ നിരത്താൻ കൃത്യമായ തെളിവ് ലഭിച്ചു. ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ പരാതിക്കാരിയും രഞ്ജിത്തും ഒരേ സമയം കാരവാനിൽ ഉണ്ടായിരുന്നു എന്നതിന് സാങ്കേതിക സ്ഥിരീകരണവും ലഭിച്ചു. ഇതോടെയാണ് അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങാൻ പോലീസ് തീരുമാനിച്ചത്. രഞ്ജിത്തിനെതിരെയുള്ള അന്വേഷണവും FIR തയ്യാറാക്കുന്നതും അതീവ രഹസ്യമായാണ് പോലീസ് നീക്കിയത്. ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ ഉള്ളതിനാൽ വിവരം ചോരാതിരിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു നീക്കങ്ങൾ. പിടികൊടുക്കാതെ രക്ഷപ്പെടാൻ ശ്രമിച്ച രഞ്ജിത്തിനെ ഉടൻ ടവർ ലൊക്കേഷൻ പിന്തുടർന്നാണ് പോലീസ് കുടുക്കിയത്. ചുറ്റുമുള്ളവർ പോലും അറിയാതെ അതീവ വേഗത്തിൽ നടത്തിയ ആ നീക്കം വീഡിയോയിലും ചിത്രീകരിച്ചുവെന്നാണ് സൂചന. അറസ്റ്റ് ഭയന്ന് നടൻ ബോബി കുര്യന്റെ കാറിൽ ഒളിവിൽ പോകാൻ ശ്രമിക്കവെയാണ് തൊടുപുഴ മുട്ടത്ത് വെച്ച് പോലീസ് സംഘം കാർ തടഞ്ഞു നിർത്തിയത്. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചായിരുന്നു അന്വേഷണം. കൊച്ചി കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ ഇടുക്കി SP-യുടെ നിർദ്ദേശപ്രകാരം നടന്ന ഈ രഹസ്യ നീക്കം രഞ്ജിത്തിന്റെ സകല കണക്കുകൂട്ടലുകളും തകർത്തു. ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകാൻ പോലും സമയം നൽകാതെയായിരുന്നു പോലീസിന്റെ നീക്കങ്ങൾ.
കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ രക്തസമ്മർദ്ദവും ECG വ്യതിയാനവും ആശുപത്രി പരിശോധനയിൽ തെളിഞ്ഞു. എന്നാൽ വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും ഡോക്ടർമാർ വിധിച്ചതോടെ പോലീസ് ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. ഇടത് സഹയാത്രികനായിരുന്നിട്ടും പീഡന കേസിൽ അഴിക്കുള്ളിലായത് സർക്കാരിന് വലിയ രാഷ്ട്രീയ നാണക്കേടായിട്ടുണ്ട്. സിനിമയിലെ ആഭ്യന്തര സമിതികളിൽ നിന്ന് നീതി ലഭിക്കാതെ വന്നപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നൽകിയ ധൈര്യമാണ് നടിയെ നിയമ പോരാട്ടത്തിന് പ്രേരിപ്പിച്ചത്. സിനിമയിലെ പവർ ഗ്രൂപ്പുകളുടെ ഭീഷണിക്ക് വഴങ്ങാതെ നടി പരാതിയിൽ ഉറച്ചു നിന്നതും പോലീസിന് വലിയ കരുത്തായി. തന്ത്രപരമായ നീക്കങ്ങളിലൂടെ രഞ്ജിത്തിനെ കുടുക്കിയ കേരള പോലീസിന്റെ ഈ ഓപ്പറേഷൻ സിനിമാക്കാരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. രഞ്ജിത്തിനെതിരെ മുമ്പും പരാതികൾ ഉണ്ടായപ്പോൾ സംരക്ഷിച്ചിട്ടില്ലെന്നും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. രഞ്ജിത്തിനെ ഒരിക്കലും സംരക്ഷിച്ചിട്ടില്ല. മുമ്പ് ആക്ഷേപം വന്നപ്പോൾ തന്നെ നിയമ നടപടികൾ സ്വീകരിച്ചു. അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കി. സംസ്ഥാന സർക്കാരോ പോലീസോ സാംസ്കാരിക വകുപ്പോ യാതൊരു സംരക്ഷണവും നൽകിയില്ല. അന്നും ഇരയോടൊപ്പമുള്ള നിലപാടാണ് സ്വീകരിച്ചത്. തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ വരുന്നത് പൊതുസമൂഹത്തിന് മുന്നിൽ മ്ലേച്ഛകരമായ കാര്യമായാണ് കാണുന്നതെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. സിനിമയിലെ പ്രമുഖർ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ പോലീസ് മടിക്കാറുള്ള പതിവ് രീതികളൊന്നും തന്നെ കാളിരാജ് മഹേഷ് കുമാറിന്റെ കാര്യത്തിൽ നടന്നില്ല. കൃത്യമായ തെളിവുകൾ ശേഖരിക്കാനും ഇരയുടെ മൊഴിയിൽ ഉറച്ചു നിൽക്കാനും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി. മുമ്പ് കാശ്മീരിലെ തീവ്രവാദികളെ നേരിട്ട അതേ കണിശതയോടെ തന്നെയാണ് അദ്ദേഹം കൊച്ചിയിലെ കുറ്റവാളികളെയും നേരിടുന്നത്. പോലീസ് ജോലി വികാരങ്ങൾക്ക് സ്ഥാനമില്ലാത്ത ഒന്നാണ്. എന്നാൽ ഫോട്ടോഗ്രാഫി മനസ്സിന് വ്യക്തതയും സമാധാനവും നൽകുന്നു എന്ന് അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തതയാണ് രഞ്ജിത്തിനെതിരായ കേസിൽ നിർണായകമായത്. പവർ ഗ്രൂപ്പുകളുടെ ഭീഷണിയോ രാഷ്ട്രീയ സമ്മർദ്ദമോ കാളിരാജ് ഉദ്യോഗസ്ഥന് മുന്നിൽ വില പോയില്ല. യുവനടിയുടെ പീഡന പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെ അഴിക്കുള്ളിലാക്കിയതും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് കാളിരാജ് മഹേഷ് കുമാറിന്റെ കൃത്യമായ ആസൂത്രണമാണ്. കാരണം കഴിഞ്ഞ 2 ദിവസമായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു രഞ്ജിത്ത്. അവിടെ നിന്ന് മാറാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലായതെന്നാണ് കമ്മീഷണർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. കശ്മീരിലെ തീവ്രവാദികളെ വിറപ്പിച്ച കണിശതയോടെ തന്നെയാണ് കൊച്ചിയിലെ ഈ ഉന്നതൻ കേസിൽ ഓരോ നീക്കവും നടത്തിയത്. ഷൂട്ടിംഗ് സെറ്റിലെ കാരവാനിൽ വെച്ചുണ്ടായ അതിക്രമത്തെക്കുറിച്ച് അവിടെ ഉണ്ടായിരുന്നവർക്കും അറിവുണ്ടായിരുന്നുവെന്നും കമ്മീഷണർ വ്യക്തമാക്കി. സംഭവം നടന്ന ഉടനെ പരാതിക്കാരി പുറത്തു വന്ന് അവിടെ ഉണ്ടായിരുന്നവരോട് വിവരം പറഞ്ഞു. എന്നാൽ അവർ നടിയെ ആശ്വസിപ്പിച്ച് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. ഇത് കേസിൽ നിർണായക സാക്ഷിമൊഴികളിലേക്ക് പോലീസിനെ എത്തിക്കുമെന്നാണ് സൂചന. ഏതായാലും ഇതുപോലൊരു മുൻപ് ആരോപണം ഉയർന്നിട്ടുള്ള സംവിധായകൻ കൂടിയായ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതും പൂർത്തീകരിച്ചതിന് ശേഷമാണ് വളരെ നാടകീയമായിട്ടുള്ള ഈ ഒരു നീക്കത്തിലേക്ക് പോലീസ് കടന്നത്. പഴുതടച്ചിട്ടുള്ള അന്വേഷണം അല്ലെങ്കിൽ ഒരു തരത്തിലും ഈ ഒരു വിവരം ചോർന്നു പോകാതിരിക്കാനുള്ള എല്ലാ കരുതലും ഈ കേസിൽ എടുത്തിരുന്നു എന്നുള്ളത് കൂടി ഈ ഒരു അറസ്റ്റിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.